ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം ഇക്വഡോറിൽ ആണ് ഉള്ളത്. ഇക്വഡോറിൽ കീറ്റോ എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു സിം മേടിക്കാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കയ്യിൽ സിമ്മിൻ്റെ ഡാറ്റ എല്ലാം തീർന്നു. അടുത്ത് തന്നെയാണ് സെൻറ്റർ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന സ്ഥലം. ലാറ്റിറ്റ്യൂഡ് അവിടുത്തെ 0 ആണ്. നമുക്ക് സിം മേടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ടാണ്. ഇന്നലെ ഞാൻ വന്നപ്പം ലേറ്റായി, അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇനി രാവിലെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞാനപ്പോൾ ഈ കടയിൽ നിന്നൊരു സിമ്മ് മേടിച്ചു. അപ്പം ഫോറിനേഴ്സിന് ഇവിടെ സിമ്മ് കിട്ടാൻ ഭയങ്കര പാടാണ്. ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഒരു ദിവസമൊക്കെ എടുക്കുക. അപ്പം പുള്ളിക്കാരൻ്റെ ഐ ഡി വെച്ചിട്ട് ഒരു സിമ്മൊക്കെ എനിക്ക് എടുത്തത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇവിടുത്തെ. സിമ്മൊക്കെ മേടിച്ചു. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് ദി വേൾഡിലേക്ക് പോവാം. ഇവിടുന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റേ ഉള്ളൂ യാത്ര. ഗൂഗിളിൽ നമ്മളെ വഴി തെറ്റിച്ച് ഇതിൻ്റെ ബാക്കിലാണ് കൊണ്ടുവന്നെത്തിച്ചത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ പോകണം. വേറെ റൂട്ട് ഇട്ട് ഞാൻ ഫ്രണ്ടിൽ പോവാണ്. അവിടെ പാർക്കിംഗ് ഉള്ളൂ. പാർക്കിംഗ് വന്നിട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റും. സെൻറ്റർ ഓഫ് വേൾഡിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇനി പാർക്ക് ചെയ്തിട്ട് കയറണം. എത്രയാണ് ഫീസെന്ന് അറിയത്തില്ല, അവിടെ ചെന്നാലേ അറിയുള്ളൂ. ഓ വാ, നമുക്ക് ഇവിടുന്ന് ടൊറൻറ്റോയ്ക്കുള്ള കിലോമീറ്റർ ഉണ്ട്. ടൊറൻറ്റോയ്ക്ക് 4877 കിലോമീറ്റർ. നമ്മൾ ഏകദേശം ഡ്രൈവ് ചെയ്ത് വന്നത് ഏതാണ്ട് 13000 കിലോമീറ്റർ ആയി. ഇപ്പോൾ തന്നെ ടൊറൻറ്റോയിൽ നിന്ന് ഇവിടെ വരെ 13000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് അല്ല വന്നത്, ഇത് സ്ട്രെയിറ്റുള്ള ദൂരമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുകയാണ്. $5 പിന്നെ $3 പാർക്കിങ്ങിനുമാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മുടെ മോണുമെൻ്റ് മുകളിലെത്തി. അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. ഞാൻ താഴെ ചോദിച്ചപ്പോൾ കോമ്പസിൽ 00 കാണിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. 200 മീറ്റർ മാറിയാണ് കോമ്പസിൽ 00 ലാറ്റിറ്റ്യൂഡ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് പോയി നോക്കണം. ഇപ്പോൾ കാണിക്കുന്നത് ഒരു 8 സെക്കൻഡിൻ്റെ വ്യത്യാസമുണ്ട് നമുക്ക്.